തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ഉറച്ചിരിക്കുകയാണ് കോൺഗ്രസ്. 48 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. മുൻ MLA KS ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥിയാകും. ഘടകകക്ഷികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം 2 ദിവസത്തിനുള്ളിൽ ബാക്കി പട്ടികയും പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി PR പ്രവീണയാണ് ചേരുന്നത്. PR പ്രവീണ, എന്തായാലും ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു. സൂചനകൾ ഉണ്ടായിരുന്നതുപോലെ ശബരിനാഥനാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ടടക്കം വരുന്നത്. അപ്പോൾ ഏത് രീതിയിലായിരുന്നു ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം നടന്നത്? മറ്റു വിവരങ്ങൾ. കഴിഞ്ഞ തവണ 100 സീറ്റ്, അതിൽ വെറും 10 സീറ്റ്, അതിൽ 8 സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ 101 സീറ്റ്, അതിൽ 51 സീറ്റെങ്കിലും പിടിച്ചാൽ മാത്രമേ ഭരണത്തിലേക്ക് എത്താൻ കഴിയൂ. അതിനുവേണ്ടി കൂടിയാണ് K. മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ഇലക്ഷൻ കോർ കമ്മിറ്റി പ്രചരണം പരിപാടികളും ഒക്കെ തുടങ്ങിയത്. അവർ നേരത്തെ തന്നെ പട്ടിക തയ്യാറാക്കിയിരുന്നു. വാർഡുകളിൽ നിന്ന് നിർദ്ദേശിക്കുന്ന പേരുകൾക്ക് മുൻതൂക്കം നൽകിയാണ് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 48 പേരുടെ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപേ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രമുഖർ എന്ന് പറയുന്നത് അരുവിക്കരയിൽ നിന്ന് നേരത്തെ MLA ആയിരുന്ന, കഴിഞ്ഞ തവണ അരുവിക്കരയിൽ തോറ്റ മുൻ MLA കൂടിയായ KS ശബരിനാഥനാണ്. കവടിയാറിലാണ്. കവടിയാർ ഇപ്പോൾ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇപ്പോൾ അത് ജനറൽ വാർഡായി. ആ വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് KS ശബരിനാഥനാണ്. ഇത്തവണ മേയർ സ്ഥാനം ജനറലാണ്. അതുകൊണ്ട് മേയർ സ്ഥാനാർത്ഥിയായി KS ശബരിനാഥനെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണത്തിനും തുടക്കം കുറിക്കുകയാണ്. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച നീതുവിന് വഴുതക്കാടാണ്. നീതു വിജയനെ വഴുതക്കാട് മത്സരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള നീതു രഘുവരൻ മത്സരിക്കുന്നത് പാങ്ങപ്പാറയിലാണ്. അതുപോലെ മുട്ടട വാർഡിൽ KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണവ സുരേഷ് മത്സരിക്കുന്നുണ്ട്. അങ്ങനെ KSUവിനും യൂത്ത് കോൺഗ്രസിനും മുതിർന്ന നേതാക്കൾക്കും ഒരുപോലെ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് ഇപ്പോൾ 48 പേരുടെ പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനി ഘടകകക്ഷികളുമായി RSP, അതുപോലെ തന്നെ ലീഗ്, അങ്ങനെയുള്ള ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള സീറ്റുകളിൽ കൂടി എന്തായാലും 80-ലധികം സീറ്റുകളിൽ കോൺഗ്രസ് ആകും മത്സരിക്കുക. ആ സീറ്റുകളുടെ 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാകും. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ഷൻ കോർ കമ്മിറ്റി ചെയർമാൻ കൂടിയായ K. മുരളീധരൻ നയിക്കുന്ന ജാഥയ്ക്കും നാളെ തുടക്കമാകും. ശരി പ്രവീണ, എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ച് പിടിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്നുള്ളതാണ്. ഇന്ന് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഉണ്ടായത്. K. മുരളീധരൻ അടക്കമുള്ള നേതാക്കളാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം. മുൻ MLA ശ്രീ K. ശബരിനാഥ്, അദ്ദേഹം അരീക്കര ഏതാണ്ട് ഒരു ബൈ ഇലക്ഷനും പൊതു തെരഞ്ഞെടുപ്പിലും ജനപ്രതിനിധിയായിരുന്ന വ്യക്തിയാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ പ്രമുഖ സ്ഥാനാർത്ഥിയായിട്ട് കവടിയാറിൽ മത്സരിക്കുന്നു. ഏറ്റവും സീനിയറായ, കഴിഞ്ഞ ഏതാണ്ട് 25 വർഷം പൂർത്തിയാവാൻ പോകുന്ന നഗരസഭയിലെ ഏറ്റവും സീനിയറായ ശ്രീ ജോൺസൺ ജോസഫ് ഇത്തവണ ഉള്ളൂർ വാർഡിൽ നിന്ന് അദ്ദേഹം വീണ്ടും മത്സരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള ഒരുക്കങ്ങളിലാണ് കോൺഗ്രസ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ഉറച്ചിരിക്കുകയാണ്. 48 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇനി 4 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ തലസ്ഥാനം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് കോൺഗ്രസിന് ഉള്ളത്. അതിന്റെ വിശദമായ വിവരങ്ങളാണ് PR പ്രവീണ നൽകിയത്.